ശിവ ശിവ നിന്റെ ക്ലാസ്സില് കനിമൊഴി എന്ന് പറഞ്ഞൊരു കൊച്ചുണ്ടോ? ഉണ്ടല്ലോ. ഉണ്ടെങ്കി നിനക്കെന്ത്? ഉണ്ടെങ്കി എനിക്കെന്ത്? റിക്വസ്റ്റ് വന്നേ, ഫ്രണ്ട് റിക്വസ്റ്റേ. ഇങ്ങോട്ട് വന്നോ? സജഷൻ വന്നു അക്കൗണ്ട്. അപ്പം ഞാൻ ഫ്രണ്ട് റിക്വസ്റ്റ് അങ്ങോട്ട് അയച്ചാലോ ഒന്നിങ്ങനെ ആലോചിക്കായിരുന്നു. ഒത്തിരി ആലോചിക്കല്ലേ. ഇതിന് മുന്നേ അയച്ചൊരു 10-12 റിക്വസ്റ്റ് ഉണ്ട്. അതിന്റെ ഉത്തരൊക്കെ ഞാൻ ഇപ്പോഴും കൊടുത്തോണ്ടിരിക്കുന്നേ ഉള്ളൂ. അതിന് മുന്നേ അടുത്ത വള്ളി പിടിക്കില്ല കേട്ടോ. അതുകൊണ്ടാണല്ലേ അവർ അക്സെപ്റ്റ് ചെയ്യാഞ്ഞേ? യെസ് ഓഫ് കോഴ്സ്, ഞാൻ അവര് പറഞ്ഞ് വിലക്കി. നന്നായി. ഇപ്പൊ എന്തിനാണ് ആ പാവം കൊച്ചിനെ ശല്യപ്പെടുത്താൻ പോകുന്നത്? ഞാൻ ഈ തമിഴ് ഒന്നിങ്ങനെ പഠിച്ചാലോ എന്നിങ്ങനെ ആലോചിക്കുക. ഓ മൈ ഗോഡ്, അതിന് എന്തിനാണ് കനിമൊഴിക്ക് മെസ്സേജ് അയക്കുന്നത്? നല്ലൊരു തമിഴ് ഭാഷാ പഠന സഹായി നമ്മുടെ വീട്ടിലില്ലേ, കനകാന്റി. ഇനി അതും പോരെങ്കിൽ ഞാനൊരു ബുക്ക് വാങ്ങിത്തരാം. അത് വായിച്ചിരുന്ന് പഠി. നീ എന്റെ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് റിക്വസ്റ്റ് ഇടുന്ന ഞാൻ അറിഞ്ഞ. കോളേജിലുള്ള ആർക്കെങ്കിലും അടിച്ച് ഞാൻ ചെപ്പതിരിക്കും കേട്ടല്ലോ. മുഖത്തൊരു ഹുങ്ക് വല്ലോടുണ്ടല്ലോ. ഒരു ലോഡ് ഉണ്ടെങ്കിൽ എന്താണ് കുഴപ്പം? നിന്റെ അളിയൻ എന്താടാ പറഞ്ഞത്? അവൻ അങ്ങനെ ഇങ്ങനെ ഒന്നും ഫോട്ടോസ് സ്റ്റാറ്റസ് ഇടാറില്ലെന്നാ. അതിപ്പോ അളിയനുള്ള കാര്യമല്ലേ പറഞ്ഞത്. അല്ല, എന്നിട്ട് മക്കൾ രണ്ടുപേരും കൂടെ അങ്ങ് സപ്പോർട്ട് ചെയ്തായിരുന്നല്ലോ. അതോ അത് ഞാൻ ചേച്ചിയെ സപ്പോർട്ട് ചെയ്തു, അളിയനെ സപ്പോർട്ട് ചെയ്തു. ഞാൻ 2 സ്ഥലത്ത് ഇങ്ങനെ. ചേച്ചി വിഷമിച്ചിട്ട് കാര്യമില്ല. എന്താന്നറിയോ അളിയൻ സ്റ്റാറ്റസ് ഇടാത്തത്? പണ്ടത്തെ സ്കൂൾ ടൈമിൽ എല്ലാവരുടെയും ക്രഷൊക്കെ ആയിരുന്നല്ലോ. ആ ക്രഷുകളൊക്കെ കണ്ട് ഇനി മനന്നൊന്ത് അവർക്ക് വിഷമാവണമെന്ന് വെച്ചിട്ടായിരിക്കും ഇപ്പൊ ഒന്നും ഇടാത്തത്. അതങ്ങനെ കൂട്ടിയാ മതി. അതെ അതെ അതെ. എന്നാലേ പൊന്നുമക്കൾ ആ ഫോണൊന്നും എടുത്ത് നോക്കിക്കേ. എന്തിന്? നിന്റെ അളിയന്റെ സ്റ്റാറ്റസ് നോക്ക്. നീ ശരിക്കും ഇട്ടാ? നീ നോക്കടി. നോക്കണമല്ലോ. നമ്മൾ ഇത്ര സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളത് വെച്ചാ അളിയൻ ഇല്ലല്ലോ. അളിയൻ സ്റ്റാറ്റസ് കണ്ടിട്ടില്ല. നീ എന്തൊരളിയനാടാ? നീ അവന്റെ നമ്പർ ഒന്നും സേവ് ആക്കിയിട്ടില്ലേ? പോയിച്ചായിരുന്നു. നമ്പർ വീടുണ്ട്, സ്റ്റാറ്റസ് കാണാനില്ല. അല്ല, അവന്റെ മാത്രല്ല എന്റെലും കാണാനില്ലല്ലോ. അളിയൊന്നും ഇട്ടിട്ടില്ലെന്നുള്ള കാണിച്ചേക്കണത്. നിനക്ക് അങ്ങനെയല്ലേ? ചേച്ചി ഒന്ന് എടുത്ത് കാണിച്ചാ എന്റെ കാണാലോ. ഉണ്ടല്ലോ 4 ഫോട്ടോ. എന്താ നമുക്ക് കാണാത്ത? നെറ്റില്ല എന്നിട്ടാണോ? ഇരിക്കട്ടെ. എടി നിനക്ക് മനസ്സിലായില്ലേ? ചേച്ചി ചേച്ചി. അശോ, ചേച്ചിക്ക് മനസ്സിലായില്ല അല്ലേ? അളിയ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടു, പക്ഷെ ചേച്ചിക്ക് മാത്രം കാണാൻ പറ്റുന്ന രീതിയിൽ വേറെ ആർക്കും കാണാൻ പറ്റൂല. എന്നാ ചേച്ചി ചേച്ചിക്ക് എന്തായിരുന്നു വേണ്ടത്? അളിയൻ സ്റ്റാറ്റസ് ഇടണം, ചേച്ചി കാണണം. അളിയൻ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, ചേച്ചി കാണുകയും ചെയ്ത്. ഇനി വെറുതെ അളിയനെ വിളിച്ച് പ്രശ്നമാക്കല്ലേ. എന്തിനെല്ലാം ഉണ്ടാക്കണത്? അല്ലെ ഒരു പാവണൊന്നും ചെയ്യല്ലേ ആ പാവത്തിന്. എന്താ ചൂസേ? നീ സ്റ്റാറ്റസ് ഇട്ടോ? ഇട്ടല്ലോ. നീ കണ്ടില്ലേ? അതെനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ഇവരാരും കണ്ടിട്ടില്ല. നിങ്ങൾ നോക്കിയാ? നോക്കിയല്ലേ? അതെ, ചിലപ്പോ ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരിക്കും. ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരിക്കും. അതെ, ഞാനത്ര പൊട്ടിയൊന്നുമല്ല, എനിക്ക് മനസ്സിലാവും. എന്നാലും ഇത്രയൊന്നും കാണിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. വളരെ വളരെ മോശം. തട്ടുമ്പുറത്ത് കയറി കളഞ്ഞല്ല. മോശം. ലച്ചുസേ, നീ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഉള്ളിലെ സ്നേഹമില്ലാത്ത ആൾക്കാരാണ് ഈ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി ഓരോ സ്റ്റാറ്റസ് ഇടുക. സത്യം. ആർക്കാരോട് സ്നേഹമില്ലെന്ന്? ചേച്ചിക്ക് അളിയനോട് സ്നേഹമില്ലെന്ന് അതല്ലേ ഇപ്പൊ പറഞ്ഞത്? ഇപ്പൊ എന്തോന്ന് പറഞ്ഞത്? ചേച്ചിക്ക് അതിനോട് സ്നേഹമില്ലാത്ത കാരണമാണ് ചേച്ചി സ്റ്റോറി സ്റ്റാറ്റസ് ഒക്കെ ഇട്ടിട്ട് നാട്ടുകാരെ മുഴുവൻ അറിയിക്കണേന്ന്. ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത്. അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്, വേറെ ഉദ്ദേശിക്കായിരിക്കുന്നത്. അങ്ങനല്ലെന്ന് ആര് പറഞ്ഞ അളിയൻ അർത്ഥമാണല്ലോ. അളിയാടാ, ഞാൻ അതൊരു ഹ്യൂമൻ സൈക്കോളജി പറഞ്ഞതല്ലേ. അതെ,
എന്റെ മനസ്സിൽ സ്നേഹമില്ലാന്നല്ലേ? എന്റെ പൊന്നെ ലച്ചൂസേ, ഞാൻ മിണ്ടർ മതിയായോ? സ്നേഹം ഇല്ലെന്നാ അത് നിങ്ങളുടെ ചേച്ചിക്ക് ഇഷ്യൂ. അതെന്ത് ലച്ചു അങ്ങനെ ദേഷിച്ചു പോയേ? അളിയൻ ലച്ചേച്ചയുടെ കൂടെയുള്ള ഫോട്ടോ സ്റ്റാറ്റസ് ഇട്ടില്ല. അത് ഇട്ടായിരുന്നല്ലോ. അതിട്ടു, പക്ഷെ അത് ചേച്ചിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, എല്ലാവരും കാണണമെന്ന്. ഈ ചെറിയ കാര്യത്തിനൊക്കെ ഇങ്ങനെ പിണങ്ങണോ? അമ്മ, ഇത് ചെറിയ കാര്യമല്ല. കഴിഞ്ഞ ആഴ്ച ബീഹാറിലെ ഒരു ഭാര്യ ഭർത്താവിനെ ഡിവോഴ്സ് ചെയ്ത്. എന്തിന്? ഭാര്യയുടെ കൂടെയുള്ള ഫോട്ടോ ഭർത്താവ് സ്റ്റാറ്റസ് ഇടാത്തോണ്ട്. അതിനൊക്കെ ബന്ധം ഒഴിയാന്ന് പറഞ്ഞ ഇനിയിപ്പോ ലച്ചൂസെന്നെ ഡിവോഴ്സ് ചെയ്യോ? അതളെ എന്നെ ഭാഗ്യം പോലെ. സിദ്ധുവേ, ഒരു സ്റ്റാറ്റസ് അല്ലേ അങ്ങ് ഇട്ട് കൊടുത്തേക്ക്. എന്റെ പൊന്നമ്മായി, ഞാൻ അങ്ങനെ സ്റ്റാറ്റസ് ഒന്നും ഇടാറില്ല. അത് മാത്രമല്ല, എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കണമെങ്കിൽ ഞങ്ങൾ ഡയറക്റ്റ് പേഴ്സണലി അയക്കാറ്. അത് പോരെ? എന്നാലും അവളൊരു സന്തോഷത്തിന് ഇട് ഇന്നത്തേക്ക്. അളിയാ, അളിയ നീ പ്രശ്നം എങ്ങനെ അളിയാ സോൾവ് ചെയ്യാൻ പോണേ? ആ എന്താ എന്താ പണിയായി 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 പണിയായി. എന്ത് പണി? അളിയ സ്റ്റാറ്റസ് ഒന്നും കണ്ടില്ലേ? ആരുടെ? ചേച്ചിയുടെ. ആ, അത് ഞാൻ കണ്ടായിരുന്നല്ലോ. ഞാനല്ലേ ഫോട്ടോസ് ഒക്കെ എടുത്തു കൊടുത്തേ. അപ്പൊ നിങ്ങളെ തമ്മിലുള്ള പ്രശ്നം തീർന്ന? പ്രശ്നം തീർക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവൾ അടുക്കണില്ല. അപ്പൊ തീർന്നിട്ടില്ല. സ്റ്റാറ്റസ് സ്റ്റാറ്റസോ? പുതിയ സ്റ്റാറ്റസ് ഇട്ടാ അവള്? ഓ, നോക്കങ്ങോട്ട്. നമുക്ക് വയ്യടാ. അളിയ നോക്കളെ അങ്ങോട്ട്. സിദ്ധു, 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 ലച്ചുവ ഏതാ പ്രശ്നയാ? അയ്യോ ആന്റി, പെരിയ പ്രശ്നം. പ്രശ്നം എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ പോക്കാണെങ്കിൽ നാളെ രാവിലെ ഡിവോഴ്സും കൊണ്ട് തിരിച്ച് കുഴപ്പമുള്ളത്തോട്ട് പോകും. ഡിവോഴ്സാ? വലിയ പ്രശ്നം. டேய் இப்படி பேசிட்டு இருக்காம எப்படியாவது சால்வ் பண்ண பாருங்கடா. ഓ, എന്റെ പൊന്ന് കനകാന്റി, എന്തോ പ്രശ്നം എന്നൊന്ന് പറ. ആദ്യം സ്റ്റാറ്റസ് നോക്കളയാ. എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ? ഞാൻ എന്നും ഒറ്റയ്ക്കാണ്. അളിയാ, എവൾ എന്തോന്നാണ് എഴുതിയിട്ടിരിക്കുന്നത്? ഇവിടെ നമ്മളൊക്കെ ഇല്ലടാ. എന്റെ അളിയത് അങ്ങനെയല്ല. അളിയൻ കേട്ടിട്ടില്ലേ ആൾക്കൂട്ടത്തിൽ തനിച്ചെന്നൊക്കെ? ഇല്ല. എന്നാ അങ്ങനെ ഒരു അവസ്ഥയുണ്ട്. അതായത് നമ്മുടെ ചുറ്റും ആരൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഒറ്റയ്ക്കാണെന്ന് നമുക്കിങ്ങനെ തോന്നിക്കൊണ്ടേയിരിക്കും. അയ്യേ. അയ്യേനാ. അമ്മ വിളിക്കുന്നുണ്ടല്ലോ. ആ അമ്മ. ഇല്ല, ഒരു പ്രശ്നമില്ല. ആ, അത് ലച്ചൂസ് എന്തോ ചുമ്മാ അവളൊരു ഫണ്ടിനൊരു സ്റ്റാറ്റസ് ഇട്ടായിരിക്കും. ഇല്ലില്ല, ഒരു പ്രശ്നമില്ല. ഏയ്, അമ്മ രക്ഷടിക്കണ്ട. ആ, ഞാൻ വിളിച്ചോളാം അമ്മ. ഞാൻ വിളിക്കാം, തിരിച്ചു വിളിക്കാം.